നമുക്കിന്ന് ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ 2 മുട്ടയും 3-4 പീസ് ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ തുടങ്ങിയല്ലേ. അപ്പോൾ ഞാനൊരു 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മുട്ടക്കൂട്ടത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട ചിക്കി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 7 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നുള്ളി കീറി ഉടച്ച് വയ്ക്കാം. 2 ദിവസം പഴക്കമുള്ള റൊട്ടിയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക. നന്നായി ചെറുതായി തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. പാന് വീണ്ടും ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എരിവിനാവശ്യമായ 1-2 പച്ചമുളക് ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും ഇതിനോടൊപ്പം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായി ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വന്നാൽ പിന്നെ അതിലേക്ക് അല്പം വെള്ളം കുടഞ്ഞു കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡ് ചേർത്ത് കൊടുക്കുക. മുട്ട ചിക്കി പൊരിച്ചതും ഇതിനോടൊപ്പം ചേർക്കാം. ഇനി ഇത് ചെറിയ തീയിലേക്ക് മാറ്റി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ വെള്ളത്തിൻ്റെ ആവി കൊണ്ട് ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.